ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ തന്ത്രി മഹേഷ് മോഹനരുടെ മൊഴി രേഖപ്പെടുത്തി. ദ്വാരപാലക പാളി കൊണ്ടുപോകാൻ ബോർഡ് അനുമതി നേടിയിരുന്നു. ഇതിനാൽ അനുമതി നൽകിയെന്നും പോറ്റിയെയും ഗോവർദ്ധനെയും പരിചയമുണ്ടെന്ന് മൊഴി. ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ പോയിരുന്നു. ഭക്തൻ എന്ന നിലയിൽ ക്ഷണിച്ചിരുന്നുവെന്നും തന്ത്രിയുടെ മൊഴി. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേർന്നു. പ്രജിത്ത്, ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ നീക്കങ്ങളിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. അതിൽ ഇന്ന് പുറത്തു വന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ തന്ത്രി കൂടിയായിട്ടുള്ള കണ്ഠരര് മഹേശ്വര മോഹനരെ അവരുടെ അല്ലെങ്കിൽ മഹേഷ് മോഹനരുടെ മൊഴിയെടുത്തു എന്നുള്ളത്. ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് തന്ത്രി കുടുംബത്തിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് പത്മകുമാർ നേരത്തെ മൊഴി നൽകിയിരുന്നു. അതോടൊപ്പമാണ് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഈ തന്ത്രിയുടെ അനുജ്ഞ മേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ദേവസ്വം ബോർഡ് അനുജ്ഞ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തന്ത്രി അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ മൊഴി രേഖപ്പെടുത്തിയിരുന്നത്. കൃത്യമായി ഈ മൊഴിയിൽ അദ്ദേഹം പറയുന്നത്, ഒന്ന്, ഈ ദ്വാരപാലക പാളികളടക്കം കൊണ്ടുപോകാൻ ബോർഡ് അപേക്ഷ നൽകിയപ്പോൾ അതിൽ അനുമതി നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഉത്തരവാദിത്തം തനിക്കില്ല. ഈ ക്ഷേത്ര സ്വത്തുക്കളുടെ അടക്കമുള്ള ഉത്തരവാദിത്തം ബോർഡിനാണ്. അതോടൊപ്പം തന്നെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതും ദേവസ്വം ബോർഡ് തന്നെയാണ് എന്നുള്ളതാണ് മഹേഷ് മോഹനര് നൽകിയിരിക്കുന്ന മൊഴി. ഈ പോറ്റിയും ഗോവർദ്ധനെയും ഒക്കെ പരിചയമുണ്ടെന്നുള്ള ഒരു മൊഴിയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് ഭക്തർ എന്ന നിലയിലായിരുന്നു ഇവരുമായിട്ടുള്ള അടുപ്പം. അതിനപ്പുറത്തേക്ക് മറ്റു ബന്ധങ്ങളില്ല എന്നുള്ള കാര്യവും മഹേഷ് മോഹനര് ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ശബരിമലയിൽ ഇത്തരം ഒരു പ്രവൃത്തി നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് ഒന്ന് ശബരിമല ക്ഷേത്രത്തിന്റെ യജമാന സ്ഥാനവും ഊരായ്മ സ്ഥാനവും ഒക്കെ ദേവസ്വം ബോർഡിനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള സമയത്ത് അത്തരം അധികാരമുള്ള ഒരു ബോർഡ് അനുമതി തേടുന്ന സമയത്ത് തന്ത്രി സ്വാഭാവികമായി ഈ വിഷയത്തിന് അനുമതി കൊടുക്കേണ്ട ഉത്തരവാദിത്വം തന്ത്രിക്കുണ്ട്. അങ്ങനെയുള്ള അനുമതിയാണ് താൻ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇപ്പോൾ മൊഴി നൽകിയത്. 2019 കാലത്തെ ദ്വാരപാലക പാളികളടക്കം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട അനുമതിയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.